നമസ്കാരം. ലൈവ് എക്സ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർക്കെതിരായ അന്വേഷണത്തിന് SIT രൂപീകരിച്ചു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൌക്കത്ത് അലി കേസ് അന്വേഷിക്കും. റിപ്പോർട്ട് 15 ദിവസത്തിനകം. ധനസ്ഥിതിയിൽ ധവളപത്രം പുറത്തിറക്കാൻ സർക്കാർ. KM ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ വിദഗ്ധ സമിതി. 10 വർഷമായി അടച്ചിട്ടിരുന്ന സെക്രട്ടേറിയറ്റിലെ സമരഗേറ്റ് തുറന്നു. മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികളിൽ തീരുമാനമായി. ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം 25 മുതൽ. VD സതീശൻ മന്ത്രിസഭയുടെ വകുപ്പ് വിഭജനം നീളുന്നു. ഫിഷറീസ് വേണമെന്ന ലീഗ്, നൽകില്ലെന്ന് കോൺഗ്രസ്. എക്സൈസ് മാത്രം നൽകിയതിൽ M ലിജുവിനും അതൃപ്തി. കൃഷിവകുപ്പ് വേണ്ടെന്ന് T സിദ്ദിഖ്. വിദ്യാഭ്യാസ ന്യൂനപക്ഷ വകുപ്പുകൾ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. ശക്തമായി തിരിച്ചുവരുമെന്ന് പിണറായി വിജയൻ. തകർന്നു പോകുമെന്ന് ആരും കരുതേണ്ടെന്നും പിണറായിയുടെ പ്രതികരണം കണ്ണൂരിലെ പരിപാടിയിൽ. CPM തെരഞ്ഞെടുപ്പിൽ തകരാൻ കാരണം കണ്ണൂർ പാർട്ടിയെന്ന് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം. കണ്ണൂർ കമ്മിറ്റി പിരിച്ചുവിടണമെന്നും ആവശ്യം. മഞ്ചേശ്വരത്ത് തന്നെ പാർട്ടി തോൽപ്പിച്ചതെന്ന് CPM സ്ഥാനാർത്ഥി. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും പിണറായി വിജയനെ ഒഴിവാക്കണമെന്ന് ആലപ്പുഴയിലും ഇടുക്കിയിലും ആവശ്യം. മന്ത്രി KM ഷാജി അപകീർത്തിപ്പെടുത്തുന്ന വാട്സ്ആപ്പ് പോസ്റ്റ് പങ്കുവച്ച പോലീസുകാരൻ. ഷാജി ഉറക്കത്തിൽ പോലും മതം എന്ന് പറയുന്ന ആളെന്ന കുറിപ്പ് വന്നത് പോലീസ് ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പിൽ. പേരാമ്പ്രയിലെ കാർ കത്തി ഗർഭിണി മരിച്ച സംഭവം ആസൂത്രിതം. നിർണായക CCTV ദൃശ്യം പുറത്ത്. പമ്പിൽ നിന്ന് യുവതി കന്നാസിൽ ഇന്ധനം വാങ്ങുന്നത് ദൃശ്യങ്ങളിൽ. തീ പടർന്നത് എഞ്ചിനിൽ നിന്നല്ലെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. മനുഷ്യജീവന് ഭീഷണിയായ നായ്ക്കളെ കൊല്ലണമെന്ന് സുപ്രീം കോടതി. തെരുവ് നായ്ക്കളെ നീക്കണം. മൃഗസ്നേഹികളുടെ അപേക്ഷ തള്ളി. തെരുവ് നായശല്യം രൂക്ഷമാക്കിയത് സംസ്ഥാന സർക്കാരുകളുടെ നിസ്സംഗതയെന്നും കോടതിയുടെ വിമർശനം. മോഡലിംഗ് മറവിലെ സെക്സ് റാക്കറ്റ് കേസിൽ 3 പേർ പിടിയിൽ. ഇരകൾ നേരിട്ടത് അതിക്രൂര പീഡനമെന്ന് പോലീസ് അന്വേഷണത്തിനായി പ്രത്യേക സംഘം. സംസ്ഥാനത്ത് മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. ഇറാനിലേക്കുള്ള ആക്രമണം തൽക്കാലം ഖത്തറിന്റെയും സൗദിയുടെയും അഭ്യർത്ഥന മാനിച്ചാണ് തീരുമാനമെന്ന് ട്രംപ്. ഇറാന് മേലുള്ള ഉപരോധം അമേരിക്ക നീക്കിയേക്കും. യുദ്ധത്തിലെ നഷ്ടപരിഹാര ആവശ്യത്തിൽ നിന്ന് ഇറാനും പിൻവാങ്ങിയേക്കും. വാർത്തകൾ വിശദമായി നോക്കാം. തകർന്നു പോകുമെന്ന് ആരും കരുതേണ്ട, ശക്തിയായി തിരിച്ചുവരുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ജനങ്ങൾക്കിടയിലെ വിശ്വാസ്യതയാണ് പാർട്ടിയുടെ കരുത്തെന്നും ജനവിധി അംഗീകരിക്കുന്നുവെന്നും പിണറായി വിജയൻ പറഞ്ഞു. സഖാവ് EK നായനാർ ദിനത്തിൽ കല്യാശ്ശേരിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകും. ആയിരക്കണക്കിന് ആളുകളെ ആക്രമിച്ച് കൊലപ്പെടുത്തുന്നു. ഇതെല്ലാം ലോകത്തിന്റെ പൊതുജനാഭിപ്രായത്തിനെതിരായ നടപടികളാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അമേരിക്കയുടെ ഇത്തരം നടപടികൾക്ക് അമേരിക്കയുടെ കൂടെ എല്ലാ കാലത്തും അണിനിരന്നിരുന്ന അമേരിക്കയുടെ ഏറ്റവും അടുത്ത ചങ്ങാതിമാരായ NATO രാഷ്ട്രങ്ങൾ ഇറാൻ യുദ്ധത്തിൽ പലരും പങ്കാളികളായില്ല. ഞങ്ങൾ അതിനോടൊപ്പമില്ല എന്ന നിലപാട് അവരെടുത്തു. മാത്രമല്ല, അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ യുദ്ധത്തിൽ പങ്കെടുത്ത് വിശ്രമത്തിനായി വിമാനത്താവളങ്ങൾ ഇറങ്ങാൻ വന്നാൽ തങ്ങളുടെ വിമാനത്താവളങ്ങളിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ഇറങ്ങാൻ പാടില്ല എന്ന നിലപാട് NATO രാഷ്ട്രങ്ങളിൽ പലതും എടുത്തു. ഇതൊക്കെ പുതിയ സംഭവങ്ങളാണ്. അമേരിക്കയിൽ
അതിശക്തമായ ബഹുജന വികാരം യുദ്ധത്തിനെതിരെ ഉണർന്നു വരുന്നു. ഇസ്രയേലിലെ ജനങ്ങളും ഇസ്രയേൽ നടത്തുന്ന കടന്നാക്രമണത്തെ അപലപിക്കാൻ തയ്യാറാകുന്നു. ഇങ്ങനെയെല്ലാമുള്ള ലോക സാഹചര്യം നമ്മുടെ രാഷ്ട്രമോ, നമ്മുടെ രാഷ്ട്രത്തിന് അത്തരം ഒരു നിലപാട് സ്വീകരിക്കാനാകുന്നില്ല. നമ്മുടെ രാഷ്ട്രം പൂർണ്ണമായും അമേരിക്കൻ സാമ്രാജ്യത്വത്തോടൊപ്പമാണ്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൽ നിന്നാണ്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തോട് അടരാടി നേടിയ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ ചേരിചേരാ നയമാണ് അംഗീകരിച്ചത്. സഖാവ് ഇ കെ നായനാർ ദിനത്തിൽ കല്യാശ്ശേരിയിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയൻ. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. മറ്റു വാർത്തകളിലേക്ക് പോകുമ്പോൾ, നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാൻമാർക്കെതിരായ അന്വേഷണത്തിന് SIT രൂപീകരിച്ചു. ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൌക്കത്ത് അലി കേസ് അന്വേഷിക്കും. 5 ഉദ്യോഗസ്ഥരാണ് ടീമിലുള്ളത്. 15 ദിവസത്തിനകം റിപ്പോർട്ട് നൽകണം. ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിൽ തന്നെ സംഭവത്തിൽ അന്വേഷണം നടത്തുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കിയിരുന്നു. നിലവിലെ MLA എ.ഡി. തോമസ് ഉൾപ്പെടെയുള്ളവർക്കാണ് മർദ്ദനമേറ്റത്. TP വധക്കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥനാണ് ഷൌക്കത്ത് അലി. സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് ധവളപത്രം പുറത്തിറക്കാൻ പ്രത്യേക സമിതിക്ക് രൂപം നൽകി സർക്കാർ. ഡോക്ടർ KM ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിലാണ് സമിതി. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ധനകാര്യ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനമായത്. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി ഡോക്ടർ KM ചന്ദ്രശേഖരൻ സമിതിയുടെ ചെയർമാനും ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാൽ കൺവീനറുമാണ്. സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ നാരായണ, CDS ഡയറക്ടർ ഡോക്ടർ വീരമണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചമാണെന്ന് CPM ആവർത്തിച്ച് പറയുന്നതിനിടയിലാണ് നടപടി. മെയ് മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഈ മാസം 25 മുതൽ വിതരണം ചെയ്യും. ഇതിനായി 1070 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. UDF ഘടകകക്ഷികൾക്കിടയിലും കോൺഗ്രസിലും മന്ത്രിമാരുടെ വകുപ്പുകളിൽ തർക്കം തുടരുന്നു. ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകുന്നതിൽ ലത്തീൻ സഭയ്ക്ക് പ്രതിഷേധമുണ്ട്. അങ്ങനെയെങ്കിൽ ഫിഷറീസ് എടുത്ത് ഉന്നത വിദ്യാഭ്യാസം മടക്കി നൽകണമെന്നാണ് ലീഗ് ആവശ്യം. വനം മാറ്റി ഫിഷറീസ് എടുക്കുന്നതിനോട് RSPയിൽ നിന്നും ഷിബു ബേബി ജോണിന് താൽപര്യമില്ല. ജലവിഭവത്തിനൊപ്പം ഒരു വകുപ്പ് കൂടി വേണമെന്ന് ജോസഫ് വിഭാഗവും ആവശ്യപ്പെട്ടു. സമുദായ പരിഗണന വെച്ച് എക്സൈസ് വകുപ്പ് നൽകിയതിൽ M. ലിജു അതൃപ്തി അറിയിച്ചു. പിന്നാക്ക വിഭാഗങ്ങളിൽ നിന്നുള്ള മന്ത്രിമാർക്ക് സാമ്പത്തിക വിതരണ അധികാരമുള്ള വകുപ്പുകൾ നൽകണമെന്ന ഹൈക്കമാൻഡ് നിർദ്ദേശവും ചൂണ്ടിക്കാണിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം മാറ്റുന്നതിൽ റോജി M. ജോണിനും എതിർപ്പുണ്ട്. വിദ്യാഭ്യാസ ന്യൂനപക്ഷ വകുപ്പുകൾ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന് കത്തോലിക്ക കോൺഗ്രസ്. ദീർഘവീക്ഷണമുള്ള വിദ്യാഭ്യാസ രീതിയും വകുപ്പും ഇന്ന് കേരളത്തിന് ആവശ്യമാണെന്നും ക്രൈസ്തവ സമൂഹം ദീർഘവീക്ഷണത്തോടെ നടത്തിയ പ്രവർത്തനങ്ങളായിരുന്നു കേരള നവോത്ഥാനത്തിനും കേരള മോഡൽ വികസനത്തിനും കാരണമായതെന്നും കത്തോലിക്ക കോൺഗ്രസ് അവകാശപ്പെട്ടു. വിദ്യാഭ്യാസ ന്യൂനപക്ഷ വകുപ്പുകളിൽ പൊതുസ്വീകാര്യമായ ക്രമീകരണങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതികരണങ്ങളിലേക്ക് കടക്കുമെന്നും കത്തോലിക്ക കോൺഗ്രസ് പറഞ്ഞു. സിറോ മലബാർ സഭയുടെ ആവശ്യമാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാടിലൂടെ പുറത്തുവരുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ ഒരു സമഗ്രമായ വികസനം ഉണ്ടാകണമെങ്കിൽ സമഗ്രമായ കാഴ്ചപ്പാടുള്ള, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടുള്ള കോൺഗ്രസിനെ പോലെയുള്ള ഒരു പാർട്ടി അത് ഏറ്റെടുക്കണം. UDFനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഈ വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാഭ്യാസത്തിന്റെ ചുമതലയുള്ള മന്ത്രിമാരായി വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ചില പ്രത്യേക വിഭാഗങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ വിദ്യാഭ്യാസ മേഖല തീരെഴുതി കൊടുക്കുന്നത് ശരിയല്ല. എല്ലാവരെയും ഉൾക്കൊള്ളണം, എല്ലാവരുടെയും നന്മയുണ്ടാകണം, എല്ലാവർക്കും വളർച്ച ഉണ്ടാകണം. ചിലർക്ക് മാത്രമായിട്ട് അത് കൈവശം വെക്കുവാൻ കൊടുക്കുന്നത് ഒരിക്കലും നീതിയുക്തമല്ല. അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കോൺഗ്രസിലെ ഒരു മന്ത്രിയെ ഉന്നത വിദ്യാഭ്യാസ മേഖല ഏൽപ്പിച്ചു എന്ന് ഞങ്ങൾ കേട്ടു. അതിനെതിരെ വീണ്ടും ചർച്ചകൾ വരുന്നു എന്ന് പറയുന്നത് ആശാവഹമല്ല. അതിനെതിരെ വളരെ ശക്തമായിട്ട് സഭാതലങ്ങളിൽ നിന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. ഉന്നത വിദ്യാഭ്യാസ ഫിഷറീസ് വകുപ്പുകളിൽ തർക്കം നിലനിൽക്കുന്നുവെന്ന് മന്ത്രി K. മുരളീധരൻ. ചില വകുപ്പുകളിൽ മാറ്റങ്ങൾ വരാനുണ്ട്. അത് പരിഹരിച്ച് വൈകുന്നേരത്തോടെ വിജ്ഞാപനം വരും.
അല്ല, അത് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും വിജ്ഞാപനം വരും. കാരണം ചില വകുപ്പുകളിൽ ചില മാറ്റങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഫിഷറീസ്, അങ്ങനെ ചില തർക്കങ്ങളുണ്ട്. അത് ഇന്നത്തോടെ പരിഹരിച്ച് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരും. അല്ല, അത് ഘടകകക്ഷികളുമായിട്ടുള്ള തർക്കം പരിഹരിക്കുമ്പോൾ പാർട്ടിക്കകത്ത് ചില റീഅറേഞ്ച്മെന്റ്സ് നടത്തേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പം ഇന്നാവുമല്ലോ. ഇന്നലെയല്ലേ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ന് വിജ്ഞാപനം വരും. മധ്യ തിരുവിതാംകൂറിന് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കുറഞ്ഞത് എന്താണെന്ന് മുഖ്യമന്ത്രിയോട് ചോദിക്കണമെന്ന് ചാണ്ടി ഉമ്മൻ. കോട്ടയത്തിനൊപ്പം വലിയ വിജയമുണ്ടായിട്ടും കോഴിക്കോടിന് പ്രാതിനിധ്യം കിട്ടിയില്ല. വി.ഡി. സതീശൻ ഇക്കാര്യം പാർട്ടിയിൽ വിശദീകരിക്കുമെന്ന് കരുതുന്നുവെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. മധ്യ കേരളത്തിൽ ഇത്തവണ UDF-ന് അവരുടെ നിങ്ങളുടെയൊക്കെ പരമ്പരാഗത മേഖലയിലേക്ക് ഒരുപക്ഷെ തങ്ങളുടെ പിതാവൊക്കെ ഉള്ള സമയത്തിനേക്കാൾ ഒരു വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് സംഭവിച്ചിട്ടുണ്ട്. അത് കോട്ടയമൊക്കെ തൂത്തുവാരിയെടുക്കുകയാണ് ചെയ്തത്. സ്വാഭാവികമായും കോട്ടയം ജില്ലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവും. ഞാൻ താങ്കളുടെ വിഷയം മാറ്റി നിർത്താം. കോട്ടയം ജില്ലയ്ക്ക് കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടാവുമെന്നൊക്കെ ആഗ്രഹിക്കും എല്ലാവരും. അത് കുറഞ്ഞുപോയി എന്നതൊരു വസ്തുതയല്ലേ? അല്ല, ഇപ്പം അത് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാം. മുഖ്യമന്ത്രിയുടെ ഡിസ്ക്രിപ്ഷനാണ് ആരെ എടുക്കണം, ഏത് ജില്ലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം, എങ്ങനെയാണ്. അത് അദ്ദേഹത്തിന്റെ ഫുൾ ഡിസ്ക്രിപ്ഷൻ ഞാൻ വിടുക. ആരോഗ്യവകുപ്പിലെ സിസ്റ്റം ശരിയാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ഉദ്യോഗസ്ഥരുടെ യോഗം ഉടൻ വിളിക്കും. അനാവശ്യ ചെലവുകളും യാത്രകളും ഒഴിവാക്കുമെന്നും മന്ത്രി പറഞ്ഞു. അത് ഇത് കഴിഞ്ഞിട്ട് ഉദ്യോഗസ്ഥന്മാരായിട്ട് ചർച്ച നടത്തണം. കാര്യങ്ങളെക്കുറിച്ച് വസ്തുനിഷ്ഠമായിട്ട് പഠിച്ച് അതനുസരിച്ച് തീരുമാനമെടുക്കണം. അതായത് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ്സ് വളരെ സുതാര്യമായി നോംസ് അനുസരിച്ച് മാത്രമേ നടത്തൂ. പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചെലവുകൾ മൊത്തം ഒഴിവാക്കണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ തന്നെ ഇനിയിപ്പോൾ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ യാത്രകൾ നടത്തൂ. അല്ലാതെ മന്ത്രിയായതിന്റെ പേരിൽ സ്വീകരണങ്ങളോ ചടങ്ങുകളോ ഇല്ല. കോൺസ്റ്റിറ്റ്യുവൻസിയിൽ പോകുന്ന കാര്യം വേറെ. മറ്റ് സ്ഥലങ്ങളിൽ ഡിപ്പാർട്ട്മെന്റ് ആവശ്യങ്ങൾക്ക് മാത്രമേ യാത്ര നടത്തൂ. ഞാൻ പിന്നെ MP ആയതുകൊണ്ട് ട്രെയിനിൽ സൗജന്യ യാത്രയാണ്. അപ്പോൾ സർക്കാരിലേക്ക് കഴിയുന്ന ചെലവ് കുറയ്ക്കുക, അതാണ് ഞങ്ങൾ മന്ത്രിമാരുടെ ചുമതല. തിരുവനന്തപുരത്ത് രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തുടങ്ങുമെന്നും മന്ത്രി കെ മുരളീധരൻ. നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഔദ്യോഗികമായി അറിയിക്കും. ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളിൽ മികച്ച ചികിത്സ ലഭിക്കാൻ സംവിധാനമൊരുക്കും. വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുമെന്നും മുരളീധരൻ വ്യക്തമാക്കി. 2016 LDF സർക്കാർ വരുന്നതിന് തൊട്ടു മുൻപ് വരെ ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിലാണ് തിരുവനന്തപുരം ജില്ലാ ജനറൽ ആശുപത്രി മെഡിക്കൽ കോളേജായി ഉയർത്തും. അതായത് തലസ്ഥാന ജില്ലയിൽ 2 മെഡിക്കൽ കോളേജുകൾ ഉണ്ടാകുമെന്ന തരത്തിലേക്ക് ഒരു പ്രഖ്യാപനം വന്നിരുന്നു. പിന്നീട് പ്രഖ്യാപനം മാത്രമായി ഒതുങ്ങുകയാണ്. കാരണം സർക്കാർ മാറുകയും പിന്നീട് വന്ന പിണറായി സർക്കാർ ഈ ഒരു പ്രപ്പോസൽ പരിഗണിക്കുകയും അത് പ്രായോഗികമല്ല എന്ന് കണ്ട് പിന്നീട് അത് കിഫ്ബി ഫണ്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റ് അടിസ്ഥാന വികസനത്തിൽ മാറ്റം കൊണ്ടുവരികയും സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന തലത്തിൽ അതായത് കൂടുതൽ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ഈ ഒരു ജില്ലാ ആശുപത്രിയുടെ കൂടുതൽ കാര്യങ്ങളിൽ മാറ്റം കൊണ്ടുവരിക എന്നതായിരുന്നു പിണറായി സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായ നീക്കം. പക്ഷേ അതിൽ നിന്നൊരു മാറ്റം വന്നുകൊണ്ട് ഇപ്പോൾ 10 വർഷം LDF സർക്കാർ ഭരിക്കുകയും അതിനുശേഷം ഇപ്പോൾ UDF സർക്കാർ അധികാരത്തിലേക്കുകയും വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാർ ഇപ്പോൾ അധികാരത്തിലിരിക്കുകയും ചെയ്തു. അതിൽ ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന കെ മുരളീധരന്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. തിരുവനന്തപുരത്ത് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് വരും, ജനറൽ ആശുപത്രിയെ മെഡിക്കൽ കോളേജ് തലത്തിലേക്ക് ഉയർത്തുകയും ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രതികരണം. അത് രണ്ടാമത് ഞങ്ങൾ ആരംഭിക്കും. ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ്. രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ആരംഭിക്കും. ഇനിയിപ്പോ 1 തൊട്ട് തുടങ്ങണം. കാരണം ഇതുവരെയുള്ള സംവിധാനം മുഴുവൻ തകർത്തു കഴിഞ്ഞ 10 വർഷം കൊണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിലായിരുന്നു ജില്ലാ ആശുപത്രിയായിരുന്ന മഞ്ചേരി മെഡിക്കൽ കോളേജിനെ അതിൽ നിന്നും ഉയർത്തി മെഡിക്കൽ കോളേജാക്കി മാറ്റിയത്. ആ സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളടക്കം ഉയർന്നിരുന്നെങ്കിലും പിന്നീട് ഘട്ടം ഘട്ടമായി അടിസ്ഥാന സൗകര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് അവിടെ MBBS പഠനമടക്കം ആരംഭിച്ചിരുന്നു. ഇപ്പോഴും അത് തുടർന്നുകൊണ്ട് പോകുന്നു. അത്തരത്തിലൊരു മാറ്റമാണോ അല്ലെങ്കിൽ ജില്ലാ ആശുപത്രിയെ ഉയർത്തിക്കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ വ്യക്തത ഇന്ന് പറഞ്ഞ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമല്ല. സാധാരണ രീതിയിൽ ജില്ലാ ആശുപത്രി ഉയർത്തിക്കൊണ്ടുവന്ന് മെഡിക്കൽ കോളേജ് ആക്കുക എന്നതായിരുന്നു മഞ്ചേരിയുടെ ഒരു ഉദാഹരണം അടക്കം എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി സംഭവിക്കുക. പക്ഷേ തിരുവനന്തപുരത്തിന് രണ്ടാമതൊരു മെഡിക്കൽ കോളേജ് ആശുപത്രി ഉണ്ടാകും. അതിൽ കൃത്യമായൊരു പ്രഖ്യാപനം വാർത്താ സമ്മേളനം നടത്തി തന്നെ ഉണ്ടാകുമെന്നാണ് കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത്. അത് സാധാരണ രീതിയിൽ ജില്ലാ ആശുപത്രിയെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന തരത്തിൽ തന്നെയാണ്. അതെന്തായാലും വരുന്ന ദിവസങ്ങളിൽ തന്നെ അതിലൊരു വ്യക്തത വരും. കിഫ്ബി ഫണ്ട് അടക്കം ഉപയോഗിച്ചായിരുന്നു LDF സർക്കാർ ഇതിനെ ഉയർത്തിക്കൊണ്ടുവരാനൊരു ശ്രമം നടത്തിയത്. അത് മെഡിക്കൽ കോളേജ് എന്ന തലത്തിലേക്ക് എത്തിക്കുമോ UDF സർക്കാർ എന്ന ചോദ്യം ഇനിയും നിലനിൽക്കുന്നുണ്ട്. വരുന്ന ദിവസങ്ങളിൽ അതിൽ വ്യക്തത വരികയും ചെയ്യും. ക്യാമറാമാൻ വിനോദിനോടൊപ്പം സാരംഗ് സുധാകരൻ, News 18 തിരുവനന്തപുരം.
മന്ത്രിമാർക്ക് ഔദ്യോഗിക വസതികൾ അനുവദിച്ചു. രമേശ് ചെന്നിത്തലയ്ക്ക് പമ്പ, സണ്ണി ജോസഫിന് അശോക, കെ മുരളീധരന് സാനഡു, എ പി അനിൽകുമാറിന് കാവേരി എന്നീ വസതികളാണ് അനുവദിച്ചത്. പി സി വിഷ്ണുനാഥിന് നിള, എം ലിജുവിന് അജന്ത, റോജി എം ജോണിന് ഗ്രേസ്, ടി സിദ്ദിഖിന് ഗംഗ എന്നീ വസതികളും ലഭിക്കും. കെ തുളസിക്ക് പ്രശാന്ത്, ബിന്ദു കൃഷ്ണയ്ക്ക് തൈക്കാട് ഹൌസ്, ഒ ജെ ജനീഷിന് മൻമോഹൻ ബംഗ്ലാവ് എന്നീ വസതികളാണ് ലഭിച്ചത്. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് ലിൻഹേഴ്സ്റ്റും, എൻ ഷംസുദ്ദീന് നെസ്റ്റും, കെ എം ഷാജിക്ക് പൌർണമിയും, പി കെ ബഷീറിന് ഉഷസും, ബി അബ്ദുൾ ഗഫൂറിന് കവടിയാർ ഹൌസുമാണ് കിട്ടിയത്. മോൻസ് ജോസഫ് പെരിയാറിലും, ഷിബു ബേബി ജോൺ എസൻഡനിലും, സി പി ജോൺ റോസ് ഹൌസിലും താമസിക്കും. മന്ത്രി അനൂപ് ജേക്കബിന് വാടകയ്ക്ക് വീടെടുക്കും. ഭരണത്തിലേറി രണ്ടാം ദിനം തന്നെ സെക്രട്ടേറിയറ്റിലെ നിയന്ത്രണങ്ങളിൽ വലിയ കുറവ് വരുത്തി പുതിയ സർക്കാർ. മിക്കപ്പോഴും അടഞ്ഞുകിടന്നിരുന്ന സമരഗേറ്റ് എന്നറിയപ്പെടുന്ന നോർത്ത് ഗേറ്റ് ഇന്നു മുതൽ പൂർണ്ണമായി തുറന്നിട്ടു. നിയന്ത്രണങ്ങൾക്ക് കുറവ് വരുത്തിയതോടെ ഭരണസ്ഥിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിനുള്ളിൽ തിരക്കോട് തിരക്കാണ്. ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ കെട്ടിലും മട്ടിലും മാറ്റമുണ്ടാകും. ഇതാണ് UDF ഭൂരിപക്ഷം കിട്ടിയപ്പോൾ UDF നേതൃത്വം അവകാശപ്പെട്ടത്. മുഖ്യമന്ത്രി വി ഡി സതീശനും ഇത് ഉറപ്പു നൽകിയിരുന്നു. ഇതിന്റെ ചില സൂചനകൾ സെക്രട്ടേറിയറ്റിൽ തന്നെ പ്രകടമാവുന്നു എന്നതാണ് സാഹചര്യം. എനിക്ക് പിന്നിലുള്ളത് സമര ഗേറ്റ് എന്ന് വിളിക്കുന്ന നോർത്ത് ഗേറ്റ് ആണ്. നമുക്കറിയാം, എല്ലാ സമരങ്ങളും നടക്കുന്ന ഈ ഗേറ്റിന് മുന്നിലാണ്, സെക്രട്ടേറിയറ്റ് എന്ന ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിൽ. എപ്പോഴും അടഞ്ഞുകിടക്കുന്ന ഈ ഗേറ്റ് തുറന്നിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത. ഇത് മാത്രമല്ല, വലിയ മാറ്റങ്ങൾ വേറെയും സെക്രട്ടേറിയറ്റിൽ പൊതുവിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. സമര ഗേറ്റ് തുറന്നിടുന്നു എന്നത് പൊതുവിൽ കഴിഞ്ഞ കുറെ നാളുകളായി നടക്കാത്ത കാര്യമാണ്. ഇടവേളകളിലൊക്കെ തുറന്നിട്ടുണ്ട്, പക്ഷേ പൂർണ്ണമായി ഏറെക്കുറെയൊക്കെ അടഞ്ഞു തന്നെ കിടക്കുകയായിരുന്നു സമര ഗേറ്റ് എന്നതാണ്. പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്കെങ്കിലും സമരഗേറ്റ് തുറന്നിരിക്കുന്നു. ഇതിനി സ്ഥിരമായി തുറന്നു കിടക്കോ? എല്ലാ ദിവസവും തുറന്നു കിടക്കും, എല്ലാ സമയവും തുറന്നു കിടക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സാഹചര്യത്തിനനുസരിച്ചായിരിക്കും. അതായത് എല്ലാ സമരങ്ങളും, സംസ്ഥാന സർക്കാരിനെതിരെയുള്ള സകല സമരങ്ങളും സമാപിക്കുന്ന മണ്ണാണിത്. ഈ ഗേറ്റിന് മുന്നിലാണ് സമാപിക്കുന്നത്. സമരങ്ങൾ വരുമ്പോൾ സുരക്ഷാ കാരണങ്ങളാൽ ഗേറ്റുകൾ അടയ്ക്കപ്പെടും. സമരം കഴിഞ്ഞാലുടൻ ഈ ഗേറ്റ് വീണ്ടും പ്രവൃത്തി സമയത്ത് തുറക്കപ്പെടുമെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. വലിയൊരു മാറ്റമാണ് കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത്. സെക്രട്ടേറിയറ്റിൽ ഇതിനപ്പുറം മറ്റിടങ്ങളിലൊക്കെ മാറ്റമുണ്ടോ? മറ്റു ഗേറ്റ്, കന്റോൺമെന്റ് ഗേറ്റിലൊക്കെ എൻട്രി ഇനി എളുപ്പമുണ്ടായിട്ടുണ്ടോ? അല്ല, പഴയ രീതിയിലുള്ള രാവണൻകോട്ട എന്നുള്ള രീതിയിലുള്ള സമീപനം സെക്രട്ടേറിയറ്റിന് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മറിച്ച് ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ വരുത്തുന്നതിൽ ഒരാളും എതിർക്കുമെന്നും തോന്നുന്നില്ല. മറിച്ച് എല്ലാവരെയും അകറ്റി നിർത്തുക, മാധ്യമങ്ങൾക്ക് ഒരു തരത്തിലുള്ള പ്രവേശനവും അനുവദിക്കാതിരിക്കുക, പൊതുജനങ്ങളെ കയറ്റാതിരിക്കുക, അവർക്ക് നേരിട്ട് മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും കാണാതിരിക്കാവുന്ന ഒരവസ്ഥ അതിനുണ്ടാകില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതാണ് സാഹചര്യം. എന്തായാലും സെക്രട്ടേറിയറ്റിലെ കോൺഗ്രസ് അനുകൂല സംഘടനാ നേതാക്കൾ കൂടിയാണ് ഉറപ്പ് നൽകുന്നത്. നോക്കൂ, സെക്രട്ടേറിയറ്റ് നോർത്ത് ഗേറ്റ് സന്ദർശന സമയം വൈകുന്നേരം 3 മുതൽ 5 വരെ. ഈ സമയങ്ങളിൽ ഇനി മുതൽ തുറന്നിരിക്കും ഈ ഗേറ്റ് എന്നാണ് പറയുന്നത്. എന്നാൽ സമരമൊക്കെ വരുന്ന അടിയന്തര സാഹചര്യങ്ങൾ അടഞ്ഞു കിടക്കും. ബാക്കി എല്ലാ സമയങ്ങളും തുറന്നു കിടക്കും. ആളുകൾക്ക് കടന്നു പോകാമെന്നതാണ് സാഹചര്യം. ഇതിന്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് നോക്കാം. മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെല്ല് ഓഫീസിന് സമീപത്താണ്. സാധാരണ ഈ സമര ഗേറ്റിലൂടെ വന്നാൽ ആളുകൾക്ക് പെട്ടെന്ന് പ്രവേശിക്കാവുന്ന ഇടമാണ്. പക്ഷേ അത് മുൻകാലങ്ങളിൽ അടഞ്ഞു കിടന്നുകൊണ്ട് തന്നെ ആളുകൾക്ക് തൊട്ടു പുറകിലുള്ള കന്റോൺമെന്റ് ഗേറ്റ് വഴി പ്രത്യേക പാസൊക്കെ എടുത്ത് വേണം ഇവിടേക്ക് എത്താൻ. പക്ഷേ ഇനി മുതൽ അതുണ്ടാവില്ല. സുതാര്യമാണ്, എല്ലാ സംവിധാനങ്ങളും മാറി എന്നതാണ് ഇവർ അവകാശപ്പെടുന്ന കാര്യം. എന്തായാലും സർക്കാർ അധികാരത്തിലേറി രണ്ടാം ദിവസം തന്നെ സമര ഗേറ്റ് അടക്കം തുറന്നിടുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് ഒരു വലിയ മാറ്റത്തിന്റെ ഭാഗമാണ് എന്നുകൂടിയാണ് അവകാശപ്പെടുന്നത്. തീരുന്നില്ല, സെക്രട്ടേറിയറ്റിനകത്തേക്കുള്ള മറ്റ് പ്രവേശനങ്ങളൊക്കെ മാധ്യമങ്ങൾക്കടക്കമുള്ള നിയന്ത്രണങ്ങളൊക്കെ മാറുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ 10 വർഷത്തിന് ശേഷം ഒരു ശൈലി മാറ്റം എല്ലാ അർത്ഥത്തിലും പ്രകടമാവുകയാണോ എന്നതാണ്. എന്തായാലും സെക്രട്ടേറിയറ്റിന് ചില സുരക്ഷകളും ചില നിയന്ത്രണങ്ങളും ഒക്കെ വേണ്ടതാണ്. മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കസേരയിൽ സീറ്റിൽ പോലും കയറി ഒരു അപരിചിതനിരുന്ന സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തുറന്നു കിടക്കണോ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നൊക്കെ ഉയർത്തുന്ന ഒരു ചോദ്യം കൂടിയുണ്ട്. എന്തായാലും കാത്തിരുന്ന് കാണാം സെക്രട്ടേറിയറ്റിന്റെയും ഭരണത്തിന്റെയും ഈ സുതാര്യതയുടെ പുരോഗതി. എന്തായാലും ഈ നോർത്ത് ഗേറ്റ് അടക്കം സെക്രട്ടേറിയറ്റ് എന്ന ഭരണസിരാ കേന്ദ്രത്തിൽ വലിയ മാറ്റങ്ങൾ പ്രകടമായിട്ടുണ്ട്. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം TG സജിത്ത്, ന്യൂസ് 8. ഖജനാവ് പാപ്പരല്ലെന്ന് KN ബാലഗോപാൽ പറയുമ്പോഴും സാമ്പത്തികമായി പൂർണ്ണമായി തകർന്നടിഞ്ഞ നിലയിലാണ് സംസ്ഥാനമെന്ന് AK ആന്റണി. എന്നിട്ടും ആദ്യ ക്യാബിനറ്റിൽ തന്നെ വാഗ്ദാനങ്ങൾ നടപ്പാക്കിയ സതീശനും ടീമിനും അഭിനന്ദനങ്ങൾ. വകുപ്പ് വിഭജനം നീളുന്നത് കാര്യമാക്കേണ്ടെന്നും ആന്റണി. മന്ത്രിസഭാ രൂപീകരണം പോലും ആഴ്ചകൾ നീണ്ടുന്ന കാലമുണ്ട്. ഇതൊക്കെ എത്ര തിടുക്കത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്, എത്ര തിടുക്കത്തിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. തീരുമാനങ്ങൾ ഇന്നലെ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ പ്രഖ്യാപനങ്ങളിൽ കുറെ പ്രഖ്യാപനങ്ങൾ ഇന്നലെ നടപ്പാക്കി. ഇനി തവണ പത്രം വരട്ടെ. പല MLA ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, പഴയ ധനകാര്യമന്ത്രി ബാലഗോപാൽ പറയുന്നതും
കേരളത്തിൽ ഖരജനാവ് പാപ്പരല്ല. 6000 കോടി മിച്ചമുണ്ട്. ഗവൺമെന്റ് പഠിക്കട്ടെ. പാപ്പരെന്നല്ല, പാപ്പർ ഷൂട്ട് കൊടുത്ത് പൂർണ്ണമായി തകർന്നടിച്ച ഒരു സാമ്പത്തിക നിലയാണ്. ഞാൻ 2001 വന്നപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, മുഖ്യമന്ത്രിയായി എനിക്ക് ഡൽഹിക്ക് പോയ ഇന്ത്യൻ എയർലൈൻസ് കേരള ഗവൺമെന്റ് ടിക്കറ്റ് കൊടുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ 10 ഇരട്ടി തകർന്ന. എന്നിട്ടും ഇന്നത്തെ ആദ്യ മന്ത്രിസഭാ യോഗത്തിന് ഞങ്ങൾ കുറച്ച് വാഗ്ദാനങ്ങൾ ചെയ്ത് നടപ്പാക്കാൻ തയ്യാറായ സതീശിനെയും ടീമിനെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. മന്ത്രി കെ എം ഷാജിയെ അപകീർത്തിപ്പെടുത്തുന്ന വാട്സാപ്പ് പോസ്റ്റ് പങ്കുവച്ച് പോലീസുകാരൻ. ഉറക്കത്തിൽ പോലും മതം എന്ന് പറയുന്ന ആളാണ് ഷാജി എന്ന് കുറിപ്പ് വന്നത് പോലീസ് ഫ്രണ്ട്സ് എന്ന ഗ്രൂപ്പിലാണ്. മന്ത്രിസഭാ സത്യപ്രതിജ്ഞയ്ക്ക് പിണറായി വിജയൻ എത്തിയപ്പോഴുള്ള വീഡിയോ സഹിതമാണ് കുറിപ്പുള്ളത്. എല്ലാവരും പിണറായിയെ സ്വീകരിക്കുമ്പോൾ തൂവാല കൊണ്ട് മുഖം തുടച്ച് സ്കൂട്ടാകുന്ന വർഗീയവാദിയെ ദൃശ്യത്തിൽ കാണാമെന്നും കുറിപ്പിൽ പറയുന്നു. ജാതിവാലുകൾ ചുമക്കാത്ത കോൺഗ്രസ് ആകുന്നതാണ് നല്ലതെന്ന് കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ. ഫേസ്ബുക്കിലാണ് പ്രതികരണം. തേക്കുംകാട്ടിൽ ജോൺ റോമൻ കാത്തലിക് ജിൻഡോ എന്നല്ല, ജിൻഡോ ജോൺ, അത് മതി. പഞ്ച് ഇത്തിരി കുറഞ്ഞാലും കുഴപ്പമില്ലെന്നുമാണ് പോസ്റ്റിലുള്ളത്. മറ്റു വാർത്തകളിലേക്ക് എത്താം. UDF മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ബഹിഷ്കരിക്കേണ്ട സാഹചര്യമില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ക്രിയാത്മകമായ പ്രതിപക്ഷമായി നിലകൊള്ളുകയാണ് ഇനിയുള്ള ലക്ഷ്യമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ CPM നേതൃത്വത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾ അരുതാത്തതായി കാണേണ്ടതില്ലെന്ന് M സ്വരാജ്. വിമർശനങ്ങൾ ഉയരാനാണ് യോഗം ചേരുന്നത്. വലിയൊരു പരാജയമുണ്ടാകുമ്പോൾ വിമർശനങ്ങൾ സ്വാഭാവികമാണ്. യോഗം സംബന്ധിച്ച് പുറത്തുവരുന്ന വാർത്തകൾ യാഥാർത്ഥ്യമല്ല, പൊട്ടും പൊടിയുമൊക്കെയാണ് പുറത്തുവരുന്നതെന്നും സ്വരാജ്. പുതിയ സർക്കാരിന്റെ തുടക്കത്തിൽ തന്നെ ശാപവാക്കുകൾ പറഞ്ഞ് സ്വാഗതം ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് M സ്വരാജ്. നല്ലൊരു ക്രിയാത്മക പ്രതിപക്ഷമായിരിക്കും, സർക്കാരിന്റെ പ്രവർത്തനമനുസരിച്ചായിരിക്കും പ്രതിപക്ഷത്തിന്റെ പിന്തുണയെന്നും സ്വരാജ്. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം വേണമെന്ന് ആവർത്തിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ഇതിൽ നിന്നും പിന്നോട്ടു പോകാൻ തീരുമാനിച്ചിട്ടില്ല. ഇതിനെ ചൊല്ലി CPI CPM വഴിപിരിയുന്നില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വൈക്കത്തെ CPI സ്ഥാനാർത്ഥിയുടെ പരാജയം പഠിക്കാൻ CPI ജില്ലാ എക്സിക്യൂട്ടീവ് യോഗവും ജില്ലാ കൌൺസിൽ യോഗവും കോട്ടയത്ത് നടക്കും. ഇന്നും നാളെയും യോഗം തുടരും. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം, സംസ്ഥാന എക്സിക്യൂട്ടീവ് P പ്രസാദ് തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട്. വൈക്കം ഉൾപ്പെടെ മുഴുവൻ മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലം പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് P പ്രസാദ് പറഞ്ഞു. കേരള കോൺഗ്രസ് ആരോപിക്കുന്നത് പോലെ ക്രോസ് വോട്ടിംഗ് നടന്നതായി ഒരു നിരീക്ഷണം CPIക്കില്ല. ജില്ലാ എക്സിക്യൂട്ടീവുകൾക്കും ജില്ലാ കൌൺസിലുകൾക്കും ശേഷം സംസ്ഥാന കൌൺസിലും സംസ്ഥാന എക്സിക്യൂട്ടീവും ചേർന്ന് പാർട്ടിക്കുണ്ടായ പരാജയം വിലയിരുത്തും. വേണ്ട തിരുത്തലുകൾ പാർട്ടിക്കും ജനങ്ങൾക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ നടത്തുമെന്നും P പ്രസാദ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പാലക്കാട് CPMൽ നേതൃത്വത്തിനെതിരെ പരസ്യ പ്രതികരണം നടത്തിയതിനെതിരെ ജില്ലാ സെക്രട്ടറി. പാർട്ടി അംഗങ്ങൾക്ക് പാർട്ടി ഫോറത്തിലിരുന്ന് നേതാക്കളെ വിമർശിക്കാം. മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി വിമർശിക്കുന്നത് സംഘടനാ രീതിയല്ല. നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം നടത്തിയതും ചിറ്റൂർ, തൃത്താല, കോങ്ങാട് മണ്ഡലങ്ങളിലെ തോൽവിയും പാർട്ടി വിശദമായി പരിശോധിക്കുമെന്നും EN സുരേഷ് ബാബു. CPIM പാലക്കാട് ഏരിയ കമ്മിറ്റി അംഗം അബ്ദുൾ ഷുക്കൂർ ജില്ലാ നേതൃത്വത്തിനെതിരെ ആരോപണമുന്നയിച്ചത് വിവാദമായിരുന്നു. CPIMനെ നന്നാക്കാൻ സാധാരണ കഷായമൊന്നും പോരെന്ന് G സുധാകരൻ. തന്നെ നേരത്തെ പുറത്താക്കണമെന്ന് സെക്രട്ടേറിയറ്റിൽ ഒരാൾ വിമർശനം ഉന്നയിച്ചതായി അറിഞ്ഞു. മോഷ്ടിക്കുകയും കക്കുകയും വെള്ളമടിക്കുകയും ചെയ്യുന്നവരെ മാത്രം ചേർത്താൽ മതിയെന്നും സുധാകരൻ പറഞ്ഞു. രണ്ടാമത് അദ്ദേഹം പോകാതെ കൂടെ നിർത്തണമായിരുന്നു. ഇത്രയധികം സീറ്റ് നഷ്ടപ്പെട്ടത് അദ്ദേഹം പോയതുകൊണ്ടാണ്. ആ കൂട്ടത്തിൽ ആരോ ഒരാൾ പറഞ്ഞു നേരത്തെ കളയേണ്ടതാണ്. അത് ശരിയാ. ഞങ്ങൾ പാർട്ടി പോലും ചേർക്കാൻ പാടില്ലായിരുന്നു. കളയേണ്ടതല്ല, പാർട്ടി പോലും ചേർക്കാൻ പാടില്ല. മൂട്ടിക്കുകയും കക്കുകയും വെള്ളമടിക്കുകയും ചെയ്യുന്നവർ മാത്രം മതിയല്ലോ. അങ്ങനെയുള്ള സെക്രട്ടേറിയറ്റ് മെമ്പറായിരിക്കും പറഞ്ഞത്. ആരാന്ന് എനിക്കറിയത്തില്ല. ആരായാലും ഒരാളെ മുൻകാല പ്രാബല്യത്തോടെ പുറത്താക്കാൻ പറ്റുമോ? മുൻകാല പ്രാബല്യത്തോടെ ആരെങ്കിലും ഏതെങ്കിലും പാർട്ടിയിൽ പുറത്താക്കാൻ പറ്റും? വല്ല വിവരമുണ്ടോ? ഒരു തെറ്റ് ചെയ്താലല്ലേ പുറത്താക്കാൻ പറ്റും? പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയും പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസും സ്റ്റേറ്റ് സമ്മേളനവും മറ്റു റെസൊല്യൂഷനും പറയുന്ന തെറ്റുകൾ പാർട്ടിക്കകത്ത് കാണിക്കുന്ന ധാരാളം പേരുണ്ടെന്നാണ് അതിനകത്തൊക്കെ പറയുന്നത്. അതിനെതിരെ പാർട്ടി ഫൈറ്റ് ചെയ്യുകയും അത്തരക്കാരെ തിരുത്തുകയും വേണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് പാർട്ടിക്കെതിരാണെന്ന് പറയുന്നവർ. ഇന്നത്തെ സ്വർണ്ണ വെള്ളി നിരക്കുകൾ നോക്കാം.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 14,395 രൂപ, പവന് 1,15,160 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,890 രൂപ, പവന് 94,480 രൂപ. വെള്ളി ഗ്രാമിന് 285 രൂപ, കിലോ 2,85,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇടവേള.